ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിൻസ്, അതായത് തേർഡ് മുറിയുള്ള ഒരു ചെറിയ പോർഷൻ ഫിൻസ്. ആക്ച്വലി ഫിൻസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. ഇറ്റ് ഈസ് ആക്ച്വലി എക്സ്റ്റെൻഡഡ് സർഫസ് ടു എൻഹാൻസ് ദ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ്. നമുക്ക് ഒരു സോളിഡ് സർഫസിൽ നിന്നും ഹീറ്റ് ട്രാൻസ്ഫറിന്റെ റേറ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കുറച്ച് എക്സ്റ്റെൻഡഡ് സർഫസ് നമ്മൾ അറ്റാച്ച് ചെയ്യും. ആ അറ്റാച്ച് ചെയ്ത ആ സർഫസിനെ വിളിക്കുന്ന പേരാണ് ഫിൻസ് എന്ന് പറയുന്നത്. ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ IC എൻജിൻസിൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. IC എൻജിൻസിലുണ്ടാവും, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ, AC-യുടെ കണ്ടൻസർ സൈഡ് ഉണ്ടാവും. പിന്നെ നമ്മുടെ ഡൊമസ്റ്റിക് റെഫ്രിജറേറ്ററിന്റെ ബാക്കിൽ ഫിൻസ് ഉണ്ട്. അങ്ങനെ ഒത്തിരി കൂളിംഗ് ആവശ്യമുള്ള എല്ലാ സർഫസിലും നമ്മളിങ്ങനെ ഫിൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. എക്സാമ്പിൾ നമ്മുടെ എഞ്ചിൻ എടുക്കാം. എഞ്ചിൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുള്ളത് നമുക്ക് പുറമേ കാണാൻ പറ്റുന്ന ഈ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന സർഫസ്, ഇതിനെ വിളിക്കുന്ന പേരാണ് ഫിൻസ്. എഞ്ചിൻസിന് എന്തിനാ ഫിൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ എഞ്ചിന്റെ അകത്ത് നമ്മൾ ഓരോ സൈക്കിൾസ് കഴിയുമ്പോഴേക്കും എൻമറസ് എമൗണ്ട് ഓഫ് ഹീറ്റ്സ് ജനറേറ്റ് ചെയ്യും. ഈ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത് ചില എഞ്ചിൻസിലെ വാട്ടർ കൂൾഡ് ജാക്കറ്റ്സ് ഉണ്ടാവും. വാട്ടർ കൂൾഡ് ജാക്കറ്റ്സ് ഇതിന് ചുറ്റും ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഓയിൽ കൂൾഡ് ഉണ്ടാവും. ചില എൻജിൻസിൽ ഇത് രണ്ടും ഇല്ലാത്ത സ്ഥലത്ത്, ഓയിൽ കൂൾഡോ വാട്ടർ കൂൾഡോ ഇല്ലാത്ത സ്ഥലത്ത്, ഈ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് എയർ ആയിരിക്കും ഈ ഹീറ്റിനെ, എഞ്ചിനിൽ നിന്നുള്ള ഹീറ്റിനെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നത്. ആ എഞ്ചിനിൽ നിന്നുള്ള ഹീറ്റിനെ വലിച്ചെടുത്തുകൊണ്ട് പോകാനായിട്ട് നമുക്ക് സഹായപരമായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന ഒരു സർഫസ് ആണ് ഫിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആക്ച്വലി ഈ ഫിൻസ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂടിയുള്ള ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കൂടും. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഇത് എങ്ങനെ കൂടുന്നു. ഓക്കെ, എന്താണ് ഇതിന്റെ ബാക്കിലുള്ള സയൻസ്, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ശരി, അപ്പം ഫിൻസ് ഇസ് എക്സ്റ്റെൻഡഡ് സർഫസ് ടു എൻഹാൻസ് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ്. നമ്മൾ ഇത് പഠിക്കുന്നതിന് മുന്നേ ഫിൻസ് എന്നുള്ള മെറ്റീരിയൽ എങ്ങനെയായിരിക്കണം, അതിന്റെ അസംഷൻസ് എന്തൊക്കെയാണ്, ബേസിക് ആയിട്ടുള്ള അസംഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നോക്കാൻ പോകുന്നത്. സ്റ്റഡി സ്റ്റേറ്റ് ഹീറ്റ് കണ്ടക്ഷൻ ആയിരിക്കും ഇവിടെ നടക്കുന്നത്. നമ്മുടെ ഫിൻസിൽ നടക്കുന്നത് സ്റ്റഡി സ്റ്റേറ്റ് ഹീറ്റ് കണ്ടക്ഷൻ ആയിരിക്കും സംഭവിക്കുന്നത്. ഓക്കെ, പിന്നെ ഫിൻസിനകത്ത് നോ ഇന്റേണൽ ഹീറ്റ് ക്യാൻ ബി ജനറേറ്റഡ്. യൂണിഫോം ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്, അതായത് ചുറ്റുമുള്ള എയർ ഏതാണോ കൂളിംഗ് മീഡിയം, ആ കൂളിംഗ് മീഡിയത്തിന്റെ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് H ആയിരിക്കും. അത് യൂണിഫോം ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു. പിന്നെ ഹോമോജോനിയസ് ആൻഡ് ഐസെൻട്രോപിക്സ് ഫിൻ മെറ്റീരിയൽ, അതായത് നമ്മൾ എടുക്കുന്ന ഫിൻ മെറ്റീരിയൽ, അതായത് ഇപ്പൊ ഇതാണ് ഫിൻ എന്ന് വെക്കുക. അതായത് ഇതിന്റെ അകത്തിൽ നിന്നും ഞാൻ ഒരു ചെറിയ പോർഷൻസ് മാത്രം ഞാൻ എടുക്കുന്നു. ഓക്കെ, ഈ ഒരു ഫിന്ന് മാത്രം ഞാൻ എടുക്കുന്നതായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ ഫിന്നാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. ഇതാണ് ബേസ് ടെമ്പറേച്ചർ, അതായത് ആക്ച്വലി ഉള്ള സോളിഡിന്റെ ബേസ്. ഓക്കെ, ആ ബേസിൽ നിന്നുമാണ് നമ്മുടെ ഫിന്നിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതാണ് ബേസ് മെറ്റീരിയൽ. ഇത് TB, ടെമ്പറേച്ചർ ഓഫ് ദ ബേസ് എന്ന് വിളിക്കാം. ഇത് ഫിന്നാണ്. ഓക്കെ, അപ്പൊ ഇത് ഫിന്നിലെ ടെമ്പറേച്ചർ. ഓരോ പോയിന്റിൽ നമുക്ക് ഫിന്നിന്റെ ടെമ്പറേച്ചർ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഓരോ പോയിന്റിൽ വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഇത് ഫിന്നിന്റെ ടിപ്പിലെ ടെമ്പറേച്ചർ. ഓക്കെ, ശരി. ഇതിന് ചുറ്റുമായിരിക്കും നമ്മുടെ കൂളിംഗ് എയർ അല്ലെങ്കിൽ കൂളിംഗ് ഫ്ലൂയിഡ് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇവിടുത്തെ ടെമ്പറേച്ചർ T ആംബിയന്റ് ആയിരിക്കും, അല്ലെങ്കിൽ T ഇൻഫിനിറ്റ്, അല്ലെങ്കിൽ T ആംബിയന്റ്. ഓക്കെ, നിങ്ങളുടെ ഡേറ്റ ബുക്കിൽ T ഇൻഫിനിറ്റ് എന്നായിരിക്കും തന്നിരിക്കുന്നത്. ചില ബുക്കിൽ T ആംബിയന്റ് എന്നായിരിക്കും തന്നിരിക്കുന്നത്. ഇത് T ബേസ്. ഓക്കെ, ഇത് ബേസിലെ ടെമ്പറേച്ചർ. ശരി, പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അസംഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 1 ഡയമെൻഷണൽ ഹീറ്റ് ട്രാൻസ്ഫർ. 1 ഡയമെൻഷണൽ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിന്നിൽ കൂടിയുള്ള ഹീറ്റ് ട്രാൻസ്ഫർ X ഡയറക്ഷനിൽ കൂടി മാത്രമായിരിക്കും സംഭവിക്കുന്നത്. അതായത് ഇങ്ങനെയായിരിക്കും സംഭവിക്കുന്നത് ഇത് X ഡയറക്ഷൻ ആണെങ്കിൽ. ഓക്കെ, ഇപ്പൊ ഇത് 2D 3D ആണെങ്കിലും 2Dയോ 3Dയോ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇതപ്പം ഇതുവഴി ഹീറ്റ് വന്നു, ഇതുവഴി പോകുന്ന ആ ഹീറ്റ് നെഗ്ലിജിബിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇങ്ങനത്തെ Q അലോങ് Z ഡയറക്ഷൻ നമ്മൾ 0 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, എപ്പോഴും പാരന്റ് മെറ്റീരിയലിൽ നിന്നും X ഡയറക്ഷനിലോട്ട് പോകുന്നതായിട്ട് മാത്രം കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇത് 1 ഡയമെൻഷണൽ ഹീറ്റ് ട്രാൻസ്ഫർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ശരി, അപ്പൊ ബേസിക് ആയിട്ടുള്ള ഇക്വേഷനിലേക്ക് പോവാം. നമ്മളൊരു ഹീറ്റ് എക്സ്ചേഞ്ചർ എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ തരം ഹീറ്റ് ട്രാൻസ്ഫർ മോഡ്സ് ആണ് നടക്കുന്നത് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, Q fin ഈക്വൽ ടു, ഇവിടെ 2 തരം ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും.
ഒന്ന് കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫറും പിന്നെ ഒന്ന് കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ. ഓക്കെ, അപ്പൊ ക്യൂ ഫിന്നെ പറ്റി പഠിക്കുമ്പോഴേക്ക് 2 തരം ഹീറ്റ് ട്രാൻസ്ഫറിനെ പറ്റി പഠിക്കണം. ഒന്ന് കണ്ടക്ഷനും ഒന്ന് കൺവെക്ഷനും. ശരി, ഇത് പഠിക്കുന്നതിന് മുന്നേ ഞാൻ ആദ്യം കുറച്ച് ഒരു ബേസിക്സും കൂടി പറഞ്ഞോട്ടെ. ഇവിടെ കൂടുതൽ നടക്കുന്നത് കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. ഈ കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് ഈ ഫിൻസ് എന്ന് പറഞ്ഞ ഒരു രൂപകൽപ്പന ചെയ്യാൻ നിർബന്ധിതമായത്. അപ്പൊ നമുക്ക് നോക്കാം. ക്യൂ കൺവെക്ഷൻ നമുക്ക് അറിയാവുന്നത് തന്നെ HA ഡെൽറ്റ T. ഓക്കെ, ക്യൂ കൺവെക്ഷനെ പറ്റി മാത്രം നമുക്ക് നോക്കാം. HA ഡെൽറ്റ T. ഇതില് എനിക്ക് ഈ കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ഇൻക്രീസ് ചെയ്യിക്കണം, കൂട്ടണം. ഏതൊക്കെ വഴിയിൽ നമുക്ക് പോസിബിൾ ആണെന്ന് നോക്കാം. ഫസ്റ്റ് പോസിബിൾ H ഇൻക്രീസ് ചെയ്യിക്കാം. H നമുക്ക് ഇൻക്രീസ് ചെയ്യിക്കാം. H ഇൻക്രീസ് ചെയ്യിച്ച് ഏരിയയും ഡെൽറ്റ ടിയും കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ ക്യൂ കൂടും. H കൂടിയാൽ സ്വാഭാവികമായിട്ട് ഈ വാല്യൂ കൂടും. അങ്ങനെയാണെങ്കിൽ ക്യൂ കൂടും. ക്യൂ കൂടിക്കഴിഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ കൂടും. അപ്പം ഈ H കൂട്ടണമെന്നുണ്ടെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് കൂട്ടണം. ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് കൂട്ടാനായിട്ട് 2 തരം പോസിബിലിറ്റീസ് ആണ് ഉള്ളത്. ഒന്ന് വന്നിട്ട് ഫോഴ്സ്ഡ് കൺവെക്ഷൻ ആക്കുക, അല്ലെങ്കിൽ ഇവിടെ കൊടുക്കുന്നത് ഗ്യാസിന് പകരം ലിക്വിഡ് മീഡിയം എന്തെങ്കിലും ഫ്ലോ ചെയ്യിക്കുക. ഇപ്പൊ നമ്മുടെ 2 വീലറിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ലിക്വിഡ് കൂൾഡ് എഞ്ചിൻസ് ഒക്കെ വളരെ കോസ്റ്റാണ്. അപ്പൊ നമുക്ക് അതിലോട്ട് പോകാൻ പറ്റില്ല. അത് എക്കണോമിക് ആയിട്ട് നമുക്ക് നോക്കുമ്പോൾ എയർ കൂൾഡ് എഞ്ചിൻസ് ആയിരിക്കും നല്ലത്. അപ്പൊ എയർ കൂൾഡ് ആകുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ആണ് ഫ്ലൂയിഡ് ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ഗ്യാസിന്റെ ഈ ഫ്ലോനെ കൂട്ടാനായിട്ട് നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാൻ പറ്റും. ഫോഴ്സ്ഡ് കൺവെക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫാൻ വെച്ചാൽ മതി. ദാറ്റ് മീൻസ് റേഡിയേറ്റർ ഫാൻ. അപ്പൊ റേഡിയേറ്റർ ഫാൻ വെക്കുന്നത് നമുക്ക് ഈ ഹീറ്റ് ട്രാൻസ്ഫർ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ വെക്കുന്നത്. അപ്പൊ ഈ റേഡിയേറ്റർ ഫാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഫോഴ്സ്ഡ് ഹീറ്റ് ട്രാൻസ്ഫർ ആവും. അപ്പൊ Hന്റെ വാല്യൂ കൂട്ടാം. ഓക്കെ, ഈ രണ്ടാമത്തെ പോസിബിലിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ H സാധാരണയായിട്ട് A ഇൻക്രീസ് ചെയ്യിക്കാം. A എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്രോസ് സെക്ഷൻ ഏരിയ അല്ല, സർഫസ് ഏരിയ ആണ്. ഈ സർഫസ് ഏരിയ ദാറ്റ് മീൻസ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന ഈ സർഫസ് ഏരിയ നമുക്ക് ഇൻക്രീസ് ചെയ്യിക്കാം. അങ്ങനെ ഏരിയ ഇൻക്രീസ് ചെയ്യിച്ചാലും ഹീറ്റ് ട്രാൻസ്ഫർ കൂടും. അപ്പൊ ഇത് രണ്ടാമത്തെ പോസിബിലിറ്റീസ് ആണ്. അപ്പൊ ഈ രണ്ടാമത്തെ പോസിബിലിറ്റീസിന്റെ കേസിനകത്ത് വരുന്നതാണ് ഫിൻസ്. ഓക്കെ, പിന്നെ മൂന്നാമത്തെ പോസിബിലിറ്റി എന്ന് വെച്ചാൽ HAയും ഡെൽറ്റ T ഇൻക്രീസ് ചെയ്യിക്കുക. ഈ ഡെൽറ്റ T ഇൻക്രീസ് ചെയ്യിക്കുക എന്നുള്ളത് പോസിബിളി മണ്ടത്തരമാണ്. കാരണം നമുക്കൊരു സിസ്റ്റം വർക്ക് ചെയ്യുമ്പോഴേക്ക് നമുക്ക് ഹൈ ടെമ്പറേച്ചർ ലോ ടെമ്പറേച്ചറിന്റെ ഡിഫറൻസ് കൂട്ടാനായിട്ട് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. തിയറിറ്റിക്കലി ഇത് ഓക്കെയാണ്, ബട്ട് പ്രാക്ടിക്കലി നമുക്കിത് പോസിബിൾ അല്ല. അപ്പൊ ഈ 2 സർഫസസ് ആയിരിക്കും നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫറിനെ കൂട്ടാൻ വേണ്ടിയിട്ട്, ദാറ്റ് മീൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇതിൽ രണ്ടാമത്തെ കാറ്റഗറൈസേഷൻ ആണ് ഫിൻസിലോട്ട് നമ്മൾ വരുന്നത്. അപ്പൊ ഞാൻ ഫിൻസിൽ പറഞ്ഞായിരുന്നു, ഫിൻസിൽ നമുക്ക് ബേസിക്കലി 2 തരം ഹീറ്റ് ട്രാൻസ്ഫർ ഉള്ളത്, ഒന്ന് കണ്ടക്ഷനും കൺവെക്ഷനും. ഓക്കെ, അപ്പൊ അതിൽ ഈ രണ്ടാമത്തെ കാറ്റഗറൈസേഷനിൽ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യിക്കുന്നതിൽ വരുന്നതാണ് ഈ ഫിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എങ്ങനെയാ ഇപ്പൊ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് ഇതാണ് പാരന്റ് മെറ്റീരിയൽ എന്ന് കൺസിഡർ ചെയ്യാം. ഇപ്പൊ ഇതാണ് പാരന്റ് മെറ്റീരിയൽ. ഇപ്പൊ ഞാൻ ഫിൻസ് വെക്കാത്തപ്പോ ഇവിടെ ഈ സർഫസിൽ നിന്നാണ് ഹീറ്റ് ട്രാൻസ്ഫർ പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, ഇതിലാണ് ക്യൂ കൺവെക്ഷൻ നടന്നുകൊണ്ടിരുന്നത്. ഞാനിപ്പോ ഫിൻസ് വെച്ച ശേഷം ഇപ്പൊ അഡീഷണലി സർഫസ് ഏരിയ എങ്ങനെ ഇൻക്രീസ് ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ സപ്പോസ് ഞാൻ ഇവിടെ ഒരു ഫിന്ന് ഞാൻ വെച്ചു. ഇങ്ങനെ ഒരു ഫിന്ന് വെച്ചു. ഫിന്ന് വെക്കുമ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇത്രയും സർഫസ് ഏരിയയും കൂടി എനിക്ക് അഡീഷണൽ ആയിട്ട് കിട്ടി. ഇത്രയും സർഫസ് ഏരിയ ഓൾറെഡി ഇതിൽ കുറെ സർഫസ് ഏരിയ ഉണ്ട്, ഈ സർഫസ് ഏരിയ ഉണ്ട്. അതിൽ കൂടെ ഈ അഡീഷണൽ ആയിട്ട് ഞാൻ ഈ ഫിന്ന് വെച്ച ശേഷം എനിക്ക് ഇത്രയും സർഫസ് ഏരിയയും കൂടി അഡീഷണൽ ആയിട്ട് കിട്ടി. ഇത്രയും സർഫസ് ഏരിയയും കൂടി എനിക്ക് അഡീഷണൽ ആയിട്ട് കിട്ടി. ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ ഈ ഹീറ്റ് ട്രാൻസ്ഫറിന്റെ റേറ്റ് ഞാൻ സർഫസ് ഏരിയ കാരണം ഇൻക്രീസ് ചെയ്തത്. ശരി, അപ്പൊ നമുക്ക് ഇതിനെ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഇതിന്റെ ഫുൾ ഡിഫൈൻഡ് ആയിട്ട് നോക്കാം. ഇതിപ്പം ഒരു ഫിന്നായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇത് പാരന്റ് മെറ്റീരിയൽ ആണ്. ഇത് ബേസ് ടെമ്പറേച്ചർ നമുക്ക് വിളിക്കാം. ഓക്കെ, ഇതാണ് ഫിന്ന്. ഈ ഫിന്ന് ഇപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന റെക്ടാംഗിൾ ടൈപ്പ് ഫിന്നാണ്. ഇതിപ്പം ഏത് തരത്തിൽ വേണമെങ്കിലും ആവും. ഏത് തരത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ട്രയാംഗിൾ ഫിൻസ് ആവാം,
യൂണിഫോം ക്രോസ് സെക്ഷൻ ട്രയാങ്കിൾ ഫിൻസ് ആവാം. അപ്പോൾ ഇങ്ങനെയുള്ള ട്രയാങ്കിൾ ഫിൻസ് ആവാം, അല്ല സിലിണ്ടറിക്കൽ ഫിൻസ് ആവാം. ഓക്കെ, സിലിണ്ടറിക്കൽ ഫിൻസ് ആവാം. ഇങ്ങനെ വേണമെങ്കിൽ വരാം. സ്ക്വയർ ക്രോസ് സെക്ഷൻ വരാം, സ്ക്വയർ ക്രോസ് സെക്ഷൻ വരാം. ഇതെല്ലാം പറയുന്നത് ക്രോസ് സെക്ഷൻ ബേസ്ഡ് ആണ്. ക്രോസ് സെക്ഷൻ ബേസ്ഡ് എന്ന് പറയുമ്പോൾ ഇത് സ്ക്വയർ ആണ്, ഇത് ട്രയാങ്കിൾ ആണ്, ഇത് സർക്കുലർ ആണ്. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഇത് റെക്ടാങ്കിൾ ബേസ്ഡ്, ഇത് റെക്ടാങ്കിൾ ബേസ്ഡ്. അപ്പൊ ഇതിൽ എങ്ങനെയൊക്കെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് നോക്കാം. ശരി, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമുക്ക് ഹൈ ടെമ്പറേച്ചർ വരുന്നത്. ഇപ്പൊ ഇത് എഞ്ചിൻ കേസിന്റെ വോൾ ആണെന്ന് കൺസിഡർ ചെയ്യുക. അപ്പൊ ഇവിടെ ആകുമ്പോൾ നമുക്ക് ഹൈ ടെമ്പറേച്ചർ വരുന്നത്. ഈ ഹൈ ടെമ്പറേച്ചർ നമുക്ക് ഓരോ പോയിന്റ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതാ ഈ സർഫസിലേക്ക് കണ്ടക്ഷൻ വഴി നടക്കും, കണ്ടക്ഷൻ വഴി ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ സർഫസിനും കൂടി ഹീറ്റ് കിട്ടും, ഈ ഫിൻ സർഫസിനും കൂടി ഹീറ്റ് കിട്ടും. ഓക്കെ, ഇപ്പൊ ഈ വോളെല്ലാം കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണെന്ന് കൺസിഡർ ചെയ്യാം. ഈ വോളിൽ നിന്ന് ഇപ്പൊ സർഫസ് ഏരിയ കൂടിയതുകൊണ്ട് കൂടുതൽ എയർ കോണ്ടാക്ട്, അതായത് കൂളിംഗ് മീഡിയത്തിന് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് കൂടുതൽ നമുക്ക് ദാറ്റ് മീൻസ് കൂടുതൽ എയർ മോളിക്യൂൾസ് ആയിട്ട് കോണ്ടാക്ട് വന്നിട്ട് കൂടുതൽ ഹീറ്റ് പുറത്തോട്ട് പോകും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടെ നിന്ന് പുറത്തുള്ള എയർ ഇവിടെ നിന്ന് ഈ സർഫസിൽ നിന്നും ഹീറ്റ് എടുത്തിട്ട് പുറത്തോട്ട് പോകും. അപ്പൊ ഇത് ക്യൂ കണ്ടക്ഷൻ, ഇത് ക്യൂ കണ്ടക്ഷൻ. ഇപ്പൊ രണ്ട് തരം, ഇത് ക്യൂ കണ്ടക്ഷൻ. ഇപ്പൊ രണ്ട് തരം പ്രോസസ്സാണ് നടക്കുന്നത്. ഒന്ന് കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫറും പിന്നെ കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫറും. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ ഇതിന്റെ വ്യക്തമായിട്ടുള്ള ഇതിന്റെ ചെറിയൊരു ഡെറിവേഷനും ഇതിന്റെ ഗവേണിംഗ് ഇക്വേഷനും, ഫിൻസിന്റെ ഗവേണിംഗ് ഇക്വേഷനും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അത് ജസ്റ്റ് നോക്കുക. അപ്പം ക്യൂ ഫിൻ ഈക്വൽ ടു ക്യൂ കണ്ടക്ഷൻ പ്ലസ് ക്യൂ കൺവെക്ഷൻ. ഓക്കെ, ഈ കൺവെക്ഷൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതിൽ നമുക്ക് കുറച്ച് പാരാമീറ്റേഴ്സ് നോക്കാം. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഫിന്നിന്റെ ലെങ്ത് എന്ന് നമ്മൾ പറയുന്നത്. ബേസിൽ നിന്നും ഈ ഫിന്നിന്റെ ടിപ്പ് വരെയുള്ള ലെങ്ത് ആണ് ഇതിനെ ഫിൻ ടിപ്പ് എന്ന് പറയുന്നത്. ലെങ്തിനെ പറയുന്നത് ഇതാണ് ലെങ്ത്, ഫിൻ ലെങ്ത്. പിന്നെ ഇതിന്റെ ഏരിയ എന്ന് വെച്ചാൽ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് വെച്ചാൽ ഇതാണ് ക്രോസ് സെക്ഷൻ ഏരിയ ആയിട്ട് വരുന്നത്. ശരി, പിന്നെ ഒരു ടേം വരുന്നത് വെച്ചാൽ പെരിമീറ്റർ ഓഫ് ദ ഫിൻ. പെരിമീറ്റർ ഓഫ് ദി ഫിൻ എന്ന് പറയുമ്പോൾ ഈ ക്രോസ് സെക്ഷൻ ഏരിയയുടെ പെരിമീറ്റർ. ഇതിപ്പം സപ്പോസ് ഇതിന്റെ തിക്നെസ് നമുക്ക് T ആയിട്ട് എടുക്കാം. ഓക്കെ, ഇതിന്റെ വിഡ്ത്ത് നമുക്ക് W ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ ഓഫ് ദ ഫിൻ, പെരിമീറ്റർ ഓഫ് ദ ഫിൻ എന്ന് പറയുമ്പോൾ ഈ ക്രോസ് സെക്ഷൻ ഏരിയയുടെ പെരിമീറ്റർ, പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 2 into W plus T എന്നുള്ളതായിരിക്കും പെരിമീറ്റർ ആയിട്ട് വരുന്നത്. ഏരിയ ആണെന്നുണ്ടെങ്കിൽ W into T, ക്രോസ് സെക്ഷൻ ഏരിയ ആണ്, ക്രോസ് സെക്ഷൻ ഏരിയ. അപ്പം ഇതാണ് നോക്കുന്നത്. പിന്നെ സർഫസ് ഏരിയ നോക്കാം. സർഫസ് ഏരിയ ഓഫ് ദ ഫിൻ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഇതാണ് ഫിന്റെ സർഫസ്. ഒരു സർഫസ് മൊത്തം ഇതേപോലെ നമുക്ക് 5 സർഫസ് കാണാൻ പറ്റും. 5 സർഫസ് എന്ന് പറയുമ്പോൾ ഇതൊരു സർഫസ്, ഇതിന്റെ താഴെ രണ്ടാമത്തെ സർഫസ്, ഇത് മൂന്നാമത്തെ സർഫസ്, ഇതേപോലെ തൊട്ടപ്പുറത്ത് ഇവിടെയുള്ളത് 4ാമത്തെ സർഫസ്, പിന്നെ ഈ ക്രോസ് സെക്ഷൻ 5ാമത്തെ സർഫസ്. അപ്പൊ മൊത്തം 5 സർഫസ് ഏരിയ ആണുള്ളത്. അപ്പം സർഫസ് ഏരിയ ഈക്വൽ ടു ഇങ്ങനെ നമുക്ക് എഴുതാം, മേളത്തെ ഈ ലെങ്ത്, ഈ മേളത്തെ 1ാമത്തെ സർഫസും അതിന്റെ താഴത്തെ സർഫസും. അപ്പം 2 into L into W. അപ്പം ഈ സർഫസായി, ഈ സർഫസും അതിന്റെ താഴത്തെ സർഫസുമായി പ്ലസ് ഈ സർഫസ് നമുക്ക് എടുക്കാം 2 into L into ഈ ഹൈറ്റ് T. അപ്പം ഈ സർഫസും ഇതിന്റെ അപ്പുറത്തുള്ള സർഫസും ആയിട്ടുണ്ട്. ഇനി ഈ സർഫസ് പ്ലസ് W into T. അപ്പൊ ഇതാണ് ടോട്ടൽ സർഫസ് ഏരിയ. ചില ക്വസ്റ്റ്യൻസിലൊക്കെ ഈ ഫിന്റെ ടിപ്പിലെ സർഫസ് ഏരിയ നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കും. നെഗ്ലക്ട് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഈ ടേം ഒന്നും വേണ്ട, ഈ ടേമും ഈ ടേമും ഒക്കെ ചിലപ്പോൾ നെഗ്ലക്ട് ചെയ്യാൻ പറഞ്ഞു കാണും. അവസാനം ഈ ഒരു സർഫസ് ഏരിയ മാത്രമേ കാണത്തുള്ളൂ. ശരി, അപ്പം ഇത് ഫിന്നിന്റെ കേസ്. ഇനി 2 കാര്യങ്ങളാണ് ഇതിനെ പറ്റി പറയാനുള്ളത്. നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് ഇതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിൻ. അത് ഞാൻ ആ ഡെറിവേഷൻ ചെയ്യുന്നതിന്റെ വീഡിയോ കൂടെ
പറഞ്ഞു കാണും. ഇത് നമുക്ക് 3 ടൈപ്സ് ഓഫ് ഫിൻസ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് വന്നിട്ട് ഇൻഫിനിറ്റ്ലി ലോങ് ഫിൻ, അതായത് ഫിന്നിന്റെ ലെങ്ത് ഇൻഫിനിറ്റ് ആയിട്ട്. രണ്ടാമത്തെ കേസ് ഷോർട്ട് ഫിൻ. മൂന്നാമത്തെ കേസ് ഷോർട്ട് ഫിൻ വിത്ത് ഇൻസുലേറ്റഡ് ടിപ്പ്, ഇൻസുലേഷൻ ടിപ്പിൽ ഇൻസുലേഷൻ കാണും. അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന്റെ ഡെറിവേഷൻസും ഇതിന്റെ ഗവേണിംഗ് ഇക്വേഷൻസും ഞാൻ ആ ഇക്വേഷനിൽ ചെയ്യുന്നതായിരിക്കും. ഇനി രണ്ടാമത്തെ കേസിന് 2 ടേംസ് ആണ് പുതിയതായിട്ട് ഫിൻസ് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന് വന്നിട്ട് ഫിന്നിന്റെ എഫിഷ്യൻസി, രണ്ടാമത്തത് ഫിന്നിന്റെ എഫക്റ്റീവ്നെസ്. അപ്പൊ ഇത് രണ്ടും കൺഫ്യൂസ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. 2 ടേംസ്, ഫിൻ എഫിഷ്യൻസി ആൻഡ് ഫിൻ എഫക്റ്റീവ്നെസ്. നമുക്ക് എപ്സിലോൺ വെച്ചിട്ടാണ് നമുക്ക് ഡിനോട്ട് ചെയ്യുന്നത്. ഇത് എഫിഷ്യൻസി. അപ്പൊ നമുക്ക് എന്താണ് എഫിഷ്യൻസി, എന്താണ് എഫക്റ്റീവ്നെസ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ.